the event would start at 10:25. I'm sure by now most of us would have read the media invite, and it clearly says, and I repeat for that thing, just for a matter of fact, I repeat it. It clearly states that this is a press brief. As of now, in this press brief, no questions will be taken. So I request you, please adhere to it. And 10:25 we start. Request to please settle down. Thank you. ഭീകരവാദികൾക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നത് 70 ഭീകരർ കൊല്ലപ്പെട്ടു, അതുപോലെ തന്നെ 60 പേർക്ക് പരുക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നമുക്ക് സേനയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കെ സൈന്യം പുലർച്ചെ തന്നെ നൽകിയിരുന്നു. എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത് എന്നതിന്റെ വിവരങ്ങളാണ് വേണ്ടത്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗവും സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതിയും ചേരുകയാണ്. അതേസമയം തന്നെ സംയുക്ത സൈനിക മേധാവി ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. എങ്ങനെയാകും ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യം, എങ്ങനെയാണ് തുടർന്നുള്ള നടപടികൾ എന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തുന്നു. രാവിലെ തന്നെ 3 സേനാ വിഭാഗം മേധാവികളും പ്രതിരോധ മന്ത്രിയെ ഈ ഓപ്പറേഷന് തൊട്ടു പിന്നാലെ നേരിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതേസമയം തന്നെ ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നത്, അതിന്റെ വിജയം ഉൾപ്പെടെ പ്രധാനമന്ത്രി നേരിട്ട് ഈ ദൌത്യം നിരീക്ഷിച്ചു എന്ന വിവരവും സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന വിവരവും സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. അതേസമയം തന്നെ ഈ ഭീകരരുടെ താവളങ്ങൾ ആക്രമിച്ചതിനൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഒരു എയർ വിഭാഗം, ഒരു എയർ ബേസ് കൂടി പെട്ടിട്ടുണ്ട് എന്ന ചില വിദഗ്ധരുടേതായ അഭിപ്രായം വരുന്നുവെന്നും പി ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കർശനമായ ജാഗ്രതയിൽ ജമ്മു കശ്മീർ പോകുന്നു. യു.പിയിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യു.പിയിൽ അതിജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചുവെന്ന സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുകയാണ്. അതിർത്തി മേഖലയിൽ നിന്ന്, ജമ്മുവിന്റെ ഉൾപ്പെടെ അതിർത്തി മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണം സൈനിക പോസ്റ്റുകൾക്ക് നേരെ മാത്രമല്ല, സിവിലിയൻ സാധാരണക്കാരെ ഉന്നമിട്ടും നടത്തുന്നുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരികയാണ്. അതേസമയം തന്നെ കനത്ത തിരിച്ചടി പൂഞ്ചിൽ ഉൾപ്പെടെ ഇന്ത്യൻ സേനയും നൽകുന്നു. പൂഞ്ചിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ഇന്ത്യ തകർത്തു. പാകിസ്ഥാന്റെ ഭാഗത്തൊരു എയർ സ്ട്രൈക്ക് ഉണ്ടായേക്കും എന്ന സൂചനകളും ഒരു ജാഗ്രതയും കൂടി നമ്മളിപ്പോൾ പുലർത്തുകയാണ്. അതിനുള്ള ജാഗ്രതയിലാണ്. ഇന്ത്യൻ വ്യോമസേന നടത്തിയിട്ടുള്ള കനത്ത ആക്രമണത്തിൽ 70 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. 9 കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിൽ 24 മിനിറ്റ് നീണ്ടുനിന്ന ഈ ആക്രമണത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത ആക്രമണത്തിൽ 70 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം.